ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ക്രഞ്ചി ഓണിയൻ റിങ്സ്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. സവോള വട്ടത്തിൽ റിങ്സ് പോലെ അരിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ ഒരു ക്രിസ്പിനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം വെള്ളം കുറച്ചായിട്ട് ഒഴിക്കുക. അതുപോലെ ഇതിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബാറ്റർ നല്ല തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട്, എങ്കിലേ കോട്ടിംഗ് ഒക്കെ പിടിച്ചിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 3 സവോളയാണ്. അപ്പോൾ സവോള ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ അരിയുക. ഒരു 1/2 ഇഞ്ച് കനത്തിലുള്ള വട്ടത്തിൽ വേണം അരിയാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ സവോളയും നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ സവോള എടുക്കുമ്പോൾ കുറച്ച് വലിയ സവോള എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ റിങ്സൊക്കെ നന്നായിട്ട് കിട്ടും. എന്നിട്ട് ഓരോ റിങ്സും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇളക്കിയെടുക്കുക. അധികം തിന്നായി പോരുത്, കുറച്ച് കട്ടിയിൽ വേണം ഈ റിങ്സ് ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലാത്തവർ സാധാരണ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചാലും മതിയാവും. ഇനി നമ്മൾ ഓരോ റിങ്സും ആ ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ ഈ ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ റിങ്സും തയ്യാറാക്കി വെക്കണം. അതുപോലെ ബ്രെഡ് ക്രംസ് നമ്മൾ വീട്ടിലാണ് പൊടിക്കുന്നതെങ്കിൽ ഒത്തിരി ഫൈനായിട്ട് പൊടിക്കരുത്. മിക്സിയിലിട്ട് കുറച്ച് തരി ഉള്ള രീതിയിൽ വേണം പൊടിക്കാനായിട്ട്, എങ്കിലേ നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ അത് പിടിച്ചിരിക്കുകയുള്ളൂ. ഇനി ഈ ഓണിയൻ റിങ്സ് ഒക്കെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ റിങ്സ് ഒക്കെ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എന്ത് സാധനവും ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള സാധനം അതിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ റിങ്സൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഈ കോട്ടിംഗ് ഒക്കെ ഇളകാതെ നോക്കണം. ഇപ്പോൾ നമ്മുടെ ക്രഞ്ചി ഓണിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ നമ്മൾ ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കുമ്പോൾ മൈദയ്ക്കും കോൺഫ്ലോറിനും പകരം കടലമാവും അരിപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക, ബജ്ജിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ക്രഞ്ചി ആയിട്ടുള്ള ഓണിയൻ റിങ്സ് റെഡി ആയി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ആൻഡ് സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.